ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തീയലാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ചെമ്മീൻ കഴുകി നന്നാക്കി വെച്ചിരിക്കുന്നത് 1/4 കിലോ, തേങ്ങ ചിരണ്ടിയെടുത്തത് 1/2 മുറി തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ കൊത്ത്, വേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി, കായം, ഉലുവ, ഒരു നുള്ള് കായം മതി, അതുപോലെ തന്നെ ഉലുവയും ഒരു നുള്ള് മതി, ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തേങ്ങ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരൽപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്നു കഴിഞ്ഞു. നമുക്ക് ഇത് ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, നമുക്കിതിലേക്ക് ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഉള്ളി, പുളി, വേപ്പില പകുതി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയിട്ട് വഴറ്റാം. സാധാരണ തീയലിൽ നമ്മൾ വാളംപുളിയാണ് ചേർക്കുന്നത്. ഇത് ചെമ്മീനായതുകൊണ്ടാണ് കൊടപ്പുളി ചേർത്തത്. ചെമ്മീനിൽ വാളംപുളി പിടിക്കില്ല. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ നേരത്തെ തേങ്ങ വറുത്തപ്പോൾ ഇട്ട് കൊടുത്താണ്, അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കാം. ഇത് കായത്തിൻ്റെ കട്ടയാണ്. പൊടിയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്താൽ മതിയാവും. അത് കഴിഞ്ഞ് ഉപ്പും ചേർത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
നമുക്കിത് അടച്ചു മൂടി വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടിപ്പോവരുത്, കൂടിപ്പോയ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് വേപ്പില കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ വ്യൂവേഴ്സ്, എല്ലാവരും ട്രൈ ചെയ്യുക ചെമ്മീൻ കിട്ടുമ്പോൾ ചെമ്മീൻ തീയൽ. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.